കടലപ്പരിപ്പ് പായസം ഇഷ്ടമുള്ളവരുണ്ടോ? ഇന്നെന്തോ പായസം കഴിക്കാനൊരാഗ്രഹം, പിന്നൊന്നും ആലോചിച്ചില്ല. അപ്പോൾ ഇതിനു വേണ്ടി അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഉരുളിയാണ് ബെറ്റർ കേട്ടോ. അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് വേവിച്ച് ചേർക്കണം. വേവിച്ചെന്ന് പറഞ്ഞാൽ കുക്കറിൽ വെള്ളം ചേർത്ത് വേവിച്ച് ഉടച്ചെടുത്തതാണ്. അപ്പം നെയ്യും ഈ കടലപ്പരിപ്പ് നല്ല രീതിയിൽ ഒന്ന് മിക്സായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടുള്ളത് ശർക്കര പാനിയാണ്. അപ്പോൾ ശർക്കര പാനി എപ്പോഴും അരിച്ച് തന്നെ ചേർക്കുക. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് ഈ നമ്മുടെ കടലപ്പരിപ്പ് നല്ല രീതിയിൽ വെന്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. അപ്പോൾ ഈ 2ാം പാല് നല്ല രീതിയിൽ അതിനകത്ത് മിക്സായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചുക്കും ഏലക്കയും പൊടിച്ചത് ചേർക്കണം. അപ്പം ഈ ശർക്കര വെച്ചുണ്ടാക്കുന്നതിനകത്തെല്ലാം ഈ ചുക്ക് ചേർക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യ് അധികം വേണ്ടുള്ളവർക്ക് ചേർക്കാവുന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ മീഡിയം ലെവലിലാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർക്കണം. ഇനി ഈ 1ാം പാലും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നല്ല രീതിയിൽ കുറുകി വരുമ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ മൂപ്പിച്ചെടുത്ത് ചേർത്ത് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മളെ കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണിത് ചെയ്യാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.